എനിക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു വസ്ത്രമാണ് സാരി. എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എൻ്റെ അമ്മയ്ക്ക് ഞാൻ സാരി ഉടുക്കണ ഇഷ്ടമല്ല. അപ്പം വളരെ ചെറുപ്പം മുതൽ ഒരു 7ാം ക്ലാസ് മുതൽ അമ്മയ്ക്ക് ഉച്ചയ്ക്ക് ഉറങ്ങുന്ന ഒരു പതിവുണ്ട് ആ കാലത്ത്. ഒരു ഞായറാഴ്ചയോ അല്ലെങ്കിൽ ഒരു സമ്മർ വെക്കേഷനൊക്കെ ആകുമ്പോൾ ഞാൻ ഒളിച്ചുപോയി അമ്മയുടെ സാരി എടുത്ത് 7ലും 8ലൊക്കെ പഠിക്കുമ്പോൾ സാരി ഉടുത്ത് ഞാനും അനിയത്തി ഫോട്ടോ ഒക്കെ എടുക്കും. ഇപ്പം ആ ഫോട്ടോ നോക്കുമ്പം സൈഡ് മാറിയൊക്കെയാണ് എടുത്തിക്കണേ. ഈ സൈഡിലാണല്ലോ, അന്ന് ഈ സൈഡിലൊക്കെയാണ് പല്ലു പോയിട്ടുണ്ടായിരുന്നു. അപ്പം സാരിയോട് എല്ലാ കാലത്തും എനിക്കൊരു ഇഷ്ടമുണ്ട് ചെറുപ്പം മുതൽ. പിന്നീട് ഞാനൊരു +2 ഒക്കെ എത്തിയപ്പം എൻ്റെ ഡാൻസ് ടീച്ചർ സാരി ഉടുക്കുന്ന ഒരു രീതി, അല്ലെങ്കിൽ നമ്മൾ ശോഭനേനെയൊക്കെ ഫ്രെയിമിൽ കാണുമ്പോൾ സാരി ഉടുക്കുന്ന ഒരു രീതി, അങ്ങനെ സാരിയോടൊരു ഇഷ്ടം വന്നു. സെൽഫ് ലവ് ഒന്നും ഇല്ലാത്തൊരാളായിരുന്നു ഞാൻ. ഇപ്പോഴും ഇല്ല, പക്ഷേ സെൽഫ് ലവ് വേണമെന്ന് ഒരു ധാരണയുമുണ്ട്. കോൺഫിഡൻസ് ഇല്ല, സെൽഫ് ലവ് പോയിട്ട് ഞാൻ സെൽഫ് ഹേർട്ട് ചെയ്യുന്ന ആളായിരുന്നു. ഞാൻ എന്നെ കുറ്റപ്പെടുത്തും. ഒരു സിനിമ, എൻ്റെ ഒരു സിനിമ, എൻ്റെ ഒരു സീൻ കണ്ടാൽ ഞാൻ എല്ലാവരും നന്നായി, ഞാൻ മാത്രം മോശം എന്ന് വിചാരിക്കുന്ന, എൻ്റെ കുറ്റങ്ങൾ മാത്രം കാണുന്ന ഒരാളായിരുന്നു. അപ്പം അല്ലെങ്കിൽ ഇപ്പം ദാ എൻ്റെ വിരലൊക്കെ കണ്ടറിയാം, ഇങ്ങനെ ടെൻഷനൊക്കെ വരുമ്പോൾ ഞാൻ ഇങ്ങനെ പിച്ചി പൊളിക്കും. അപ്പം അങ്ങനെ അതൊക്കെ ഞാനിപ്പോൾ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുക. അതെല്ലാം പൊട്ട സ്വഭാവമാണ്. അപ്പോൾ സെൽഫ് ലവ് ആണെങ്കിലും എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു ബാലൻസിങ് പഠിക്കുക എന്നുള്ളതാണ്. സെൽഫ് ലവ് എന്ന് പറയുന്നത് നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ എല്ലാം അങ്ങനെ മേക്കപ്പ് ചെയ്യുക, ഒരുങ്ങുക, ഡ്രസ്സ് ചെയ്യുക എന്നൊക്കെ ഉള്ളതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് മനസ്സമാധാനം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പം അതെ, ഉള്ളിൻ്റെ ഉള്ളിൽ അങ്ങനെയാണ് ഞാൻ സെൽഫ് ലവിനെ കാണുന്നത്. അപ്പം എനിക്ക് സാരിയൊക്കെ ഉടുക്കുമ്പം എനിക്കൊരു സന്തോഷവും ഒരു കംഫർട്ടബിൾ ആവുമ്പോൾ തന്നെ നമുക്ക് പിന്നെ അതിനെപ്പറ്റി ആലോചിക്കേണ്ട. അതല്ലെങ്കിൽ നമ്മൾ കംഫർട്ടബിൾ അല്ലെങ്കിൽ നമ്മൾ അയ്യോ വയറ് ചാടിയോ, അല്ലെങ്കിൽ അയ്യോ ഡ്രസ്സ് ഓക്കെ ആണോ, കഴുത്ത് ഓക്കെ ആണോ, നമ്മൾ അങ്ങനെയാണല്ലോ കോൺഷ്യസ് ആവും. നമ്മൾ അങ്ങനെയാണ് കണ്ടീഷൻ ചെയ്തിട്ടുള്ളത് വസ്ത്രം ഇടുമ്പോൾ. സാരി ആകുമ്പോൾ എനിക്കതൊരു പ്രശ്നമില്ല. ഫുള്ളി കവേർഡ്, അല്ലെങ്കിൽ എന്തോ ഒരു സുഖവും സന്തോഷവും എനിക്ക് സാരി തരാറുണ്ട്.